നമ്മുടെ സെറ്റിൽ തന്നെ ഒരു ഇവന്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഞാൻ ആളുടെ പേര് പറയുന്നില്ല, പക്ഷെ ഒരു വാഷ്റൂം ഷെയർ ചെയ്യാൻ പോലും ആൾക്കാർക്ക് അല്ലെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ തീരെ കൾച്ചർ ഇല്ലാതായി ബ്ലഡി കൺട്രി പീപ്പിൾ. ഇപ്പം സ്ത്രീകൾ ലൊക്കേഷനിൽ സുരക്ഷിതരാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ആൾക്കാര് സംസാരിക്കുന്ന സംഘടന. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സംഘടനയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ സംഘടനയിലുള്ള ആള് അഭിനയിക്കുന്ന സിനിമയിലൊക്കെ ഞാൻ പോയപ്പോഴും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ബാത്റൂമിൽ പോകാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം നരേന്റെ ക്യാരവൻ എനിക്ക് ഓപ്പൺ ചെയ്തിട്ട് വാഷ്റൂം പൊക്കോളൂ. ശരിയാ സാറേ, അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖമുണ്ടേ. അപ്പം നരേന്റെ ക്യാരവൻ എനിക്ക് ഓപ്പൺ ചെയ്തിട്ട് വാഷ്റൂം പൊക്കോളൂ. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് കുറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഒരു സെറ്റില്. അത് ഞങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റിനല്ല, ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്കാണ് ആ മാറ്റം കൊണ്ടുവരാൻ പറ്റുക. നീ വിഷമിക്കാതിരിച്ചു എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാ ഇതങ്ങ് ശീലായിക്കോളൂ. അപ്പം അതുകൊണ്ട് ആദ്യം അവരുടെ കാര്യങ്ങൾ മാത്രമല്ലാതെ എല്ലാ കാര്യത്തിനും ഒരു മാറ്റം വരുത്തട്ടെ, എന്നിട്ട് ഈ സംഘടനയിൽ ഇരുന്ന് സംസാരിക്കട്ടെ എന്നുള്ളതാണ്. ആദർശവും പുരോഗമന ചിന്താഗതിയും ഒക്കെ പ്രസംഗത്തിൽ മാത്രം പോരാ. ഇക്വാലിറ്റി ആണ് വേണ്ടത്. ഫെമിനിസത്തിന്റെ ബേസ് തന്നെ ഇക്വാലിറ്റി. ഈക്വൽ ആയിട്ട് കണ്ടല്ല, അതെ, ഞങ്ങളെ ഈക്വൽ ആയിട്ട് കാണാലോ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്കാക്കി തരാം, താൻ ധൈര്യമായിട്ട് പൊക്കും. അല്ലാതെ ക്യാരവൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് വേറെ ആൾ കയറരുത്, മറ്റത് മറിച്ചത് അങ്ങനെയല്ല. അന്വേഷിക്കേണ്ട സമയത്ത് അന്വേഷിച്ചിരുന്ന ഈ പാടുവല്ലും പെടാറുന്നോ? ആ, ചിലരുടെ ജാതകം അങ്ങനെയാ, മുട്ടുമ്പോഴേ ഇടം തേടൂ, കിട്ടുമ്പോ സംസാരിക്കുന്നവരൊക്കെ പ്രവർത്തിക്കുന്ന ഓപ്പോസിറ്റ് ആണ്. പക്ഷെ സംസാരം ഭയങ്കര സംസാരമാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് പറയേണ്ട കാര്യമില്ലല്ലോ, അത് തന്നെ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.